മക്കളെ, നമ്മൾ ഈ പാഠം എന്താണ്, ഈ പോം നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, എന്താണ് ഇതിൽ പറയുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് മിസ് ഇനി ഒരു കോണ്ടന്റ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേട്ടിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എന്താണ് ആ പോം, ആ പാഠത്തിൽ എന്താണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ മൈ ഹോം, നമുക്കൊരു ഹോം ആൻഡ് ഹൗസ്, വീട് നമ്മൾ ഒറ്റ ഒന്നോടത്തിൽ പറയും, രണ്ടിന്റെ അർത്ഥം എന്താണ്, വീട് എന്നാണ്. പക്ഷേ ഹൗസ് എന്ന് പറയുമ്പോൾ ഹോം എന്ന് പറയുമ്പോൾ സ്ലൈറ്റ് ഡിഫറൻസ്. അവിടെ എന്തുണ്ട്, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അല്ലെ, നമുക്കറിയാം ഡിഫറൻസ് ഉണ്ട് അവിടെ. ഹോം എന്ന് പറയുമ്പോൾ എന്താ, നമ്മളെ ആളുകൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഓർമ്മകൾ, ഇതൊക്കെ കൂടി നമ്മൾ എന്താണ് ഹോം എന്ന് പറയും. ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. തറയൊക്കെ ഇട്ട് അതിന് മേലെ കല്ലിങ്ങനെ അടുക്കി അടുക്കി വെച്ച് മേലെ ഇങ്ങനെ എന്താ റൂഫൊക്കെ പണിത് ഇടയ്ക്ക് ഇങ്ങനെ ഡോറൊക്കെ വെച്ച് ജനലൊക്കെ വെച്ച് അല്ലെ, അങ്ങനെയുള്ള ആ ഒരു സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള നമ്മൾ എന്ത് പറയും, നമ്മൾ ഹൗസ് എന്ന് പറയും. അപ്പൊ ഹൗസും ഹോമും തമ്മിൽ എന്താണ്, ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ എന്താണ് ഇമോഷൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിന് ഡിഫറൻസ് പറയാറുണ്ട്. അപ്പൊ ഈ പാഠത്തിൽ മൈ ഹോം എന്ന് പറയുന്ന ഈ പാഠത്തിൽ എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഒന്ന് പറയട്ടെ. ഹൗസ്, ഹോം. നോക്കൂ ഇവിടെ, in this poem the poet has explained the difference between a house and a home. ഈ പോയത്തില്, ഈ പാഠത്തില് ഈ കവിത എഴുതിയ ആള് നമ്മളോട് എന്താ പറയുന്നത് വെച്ചാല്, എന്താണ് ഒരു ഹൗസ്, വാട്ട് ഈസ് എ ഹൗസ്, വാട്ട് ഈസ് എ ഹോം, എന്താണ് ഹോം, ഒരു വീടും ഒരു ഹൗസും അല്ലെ. ഹോമും ഹൗസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളോട് മെയിൻ ആയിട്ട് ഈ പാഠത്തിൽ പറയുന്നത്. ഹി ഇലോബറേറ്റ്സ് ഓൺ ദി റോൾ ദാറ്റ് ഫാമിലി മെമ്പേഴ്സ് പ്ലേ ഇൻ എ ഹോം. എന്താ പറഞ്ഞേ, ഹി ഇലോബറേറ്റ്, അദ്ദേഹം നമ്മളോട് ഇങ്ങനെ വിശദീകരിച്ച് പറയാണ്, അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരാണ്. നമ്മുടെ കവി നമ്മളോട് പറയാണ് ഒരു വീട് എന്താണ്, ആ വീടിനുള്ളിലുള്ള ആളുകൾ എന്താണ്, ആ വീടിലുള്ള ആളുകൾക്ക് ആ വീട് മനോഹരമാക്കുന്നതിൽ എത്രത്തോളം പങ്കുണ്ട്, എന്തെല്ലാം റോൾസ് ആണ് ആ വീട്ടുകാർക്കുള്ളത്, ഇതൊക്കെ കവി എന്ത് ചെയ്യാണ്, നമ്മളോട് തുറന്ന് പറയാണ്. The poet has tried to define the differentiate between a house and a home. He says that a house is made of bricks, stone and hardwood. മരങ്ങൾ കൊണ്ടും കല്ലുകൾ കൊണ്ട് വുഡൻ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്ട്രക്ചർ നമ്മൾ എന്ത് വിളിക്കും, ഹൗസ് എന്ന് വിളിക്കും. ഇറ്റ് ഓൾസോ ഹാസ് ഫൈൻ പെയിന്റ്സ്. നമ്മൾ വീട് എടുത്തിട്ടും അങ്ങനെ നോക്കി നിൽക്കോ, ഇല്ല, നമ്മൾ ഭംഗിയുള്ള എന്താ അതിന് മാച്ച് ചെയ്യുന്ന നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല ഏറ്റവും വൃത്തി ക്ലാസി ആയിട്ട് തോന്നിക്കുന്ന പെയിന്റ് എന്ത് ചെയ്യും, നമ്മൾ അടിക്കും അല്ലേ. വിൻഡോ ഗ്ലാസ് വെറും നമ്മൾ പെയിന്റ് അടിച്ച് നിർത്തോ, നോ, നമ്മൾ അവിടെ എന്താ വെക്കുക, നമ്മൾ അതിന് പുറത്ത് നല്ല ജനലൊക്കെ വെച്ച് ജനൽപ്പാളിലൊക്കെ വെച്ച് നല്ല അടിപൊളി പോളിഷ് ഒക്കെ ചെയ്യും. ഡോർസ് ആൻഡ് കോറിഡോർസ്, നമുക്ക് എന്ത് വേണം, കോറിഡോർസ് വേണം, നടക്കാനുള്ള സ്ഥലങ്ങൾ വേണം അല്ലെ, വരാന്തകൾ വേണം. വരാന്തകൾ എപ്പോഴും എന്താണ്, ഒരു വീടിന് ഭംഗിയാണ്. അപ്പൊ വീടിന് വരാന്തകളും ഉണ്ടായിരിക്കണം. റൂഫ്, മേലെ വേണ്ടേ, സ്ട്രക്ചർ മാത്രം മതിയോ, നോ, റൂഫ് ഉണ്ടായിരിക്കണം. ദെൻ ടൈൽ ഫ്ലോർസ്, താഴെ നമ്മൾ എന്ത് ചെയ്യും, മണ്ണാക്കിയിടോ, നോ, നമ്മൾ എന്ത് ചെയ്യും, നല്ല ഭംഗിയുള്ള ടൈല് അല്ലെങ്കിൽ മാർബിൾ ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ വിരിക്കും അല്ലേ. A home is another name for loving family members who take care of each other and work selflessly for one another. അതേ പറയാണ് ഒരു ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്, another name for loving family members. എല്ലാവരും നല്ല സ്നേഹത്തിലുള്ള ഒരു കുടുംബത്തിന്റെ മറ്റൊരു പേരാണ് വീട്. ആ വീട്ടിൽ എല്ലാവരും എന്ത് ചെയ്യും, എല്ലാവരെയും സ്നേഹിക്കും. പീപ്പിൾ ലവ് ഈച്ച് അതർ, ഫാമിലി മെമ്പേഴ്സ് ദേ ലവ് ഈച്ച് അതർ. അവർ ഓരോരുത്തരും എന്ത് ചെയ്യും, മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ എന്താണ്, ദേ ആർ റെഡി ടു ഡു എനിത്തിങ്. അവർ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ എന്തായിരിക്കും, അവർ റെഡി ആയിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തിനും ഇദ്ദേഹം എന്താ പറയുന്നത്, ഹോം, വീട് എന്ന് തന്നെ പറയാണ്. നെക്സ്റ്റ് വൺ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് ടുഗദർ മേക്ക് എ ഹോം. അപ്പൊ ഇദ്ദേഹം പറയാണ് ഒരു ഹോം, അതൊരു ഹോം ആവണമെങ്കിൽ അവിടെ അച്ഛൻ ഉണ്ടായിരിക്കണം, അമ്മ ഉണ്ടായിരിക്കണം, നമ്മുടെ ബ്രദേഴ്സ് ഉണ്ടായിരിക്കണം, നമ്മുടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. ഇവരെല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കുന്നതാണ് എന്ത്, ഹോം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. It is their unselfish acts of kindness and sharing towards one another that makes a house a home. അപ്പൊ ഇദ്ദേഹം പറയാണ് നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം. അൺസെൽഫിഷ് എന്ന് പറഞ്ഞാൽ എന്താ, നിസ്വാർത്ഥമായത്, അതായത് സ്വാർത്ഥതയില്ലാത്ത. അപ്പൊ സെൽഫിഷ് ആ പാടില്ല നമ്മൾ സ്നേഹിക്കുമ്പോ. അപ്പൊ ഞാൻ നിങ്ങളെ സ്നേഹിക്കും, ഒരിക്കലും ഞാൻ സെൽഫിഷ് ആവരുത്, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത്. അങ്ങനെ നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹവും കരുതലും സ്നേഹവും കെയർ അല്ലെ, എന്താണ്, ഫൺ, കൈൻഡ്നെസ്, കാരുണ്യം, ഇതെല്ലാം കൂടി എന്താണ് ഉൾക്കൊണ്ട് ഉണ്ടാകുന്ന ഒരു വീടുണ്ടല്ലോ,
അതിന്റെ ഭംഗി എന്താണ്? അതിമനോഹരമാണ്. കൈൻഡ്നസ് ആൻഡ് ഷെയറിംഗ് ടുവേർഡ്സ് വൺ അനദർ ദാറ്റ് മേക്സ് എ ഹൗസ് എ ഹോം. അപ്പൊ ഈ പറയുന്ന ഒരു വീടിനെ വീടാക്കണമെങ്കിൽ അത് വെറും കല്ലും മരങ്ങളും മാത്രം പോരാ, അതിനുള്ളിൽ ആളുകൾ വേണം, ഉള്ളവർ സ്നേഹിക്കണം, അവർക്ക് സ്നേഹം ഉണ്ടാകണം, കരുതലുണ്ടാകണം, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി ജീവിക്കണം. എന്നാൽ അതെന്താവുന്നുള്ളൂ? ഒരു വീടായി മാറുന്നുള്ളൂ. ഏകദേശം ഐഡിയ കിട്ടിയില്ലേ എന്താണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളതെന്ന്? ഇനി പോയൊന്ന് വായിച്ചു നോക്കിയാലോ ടെക്സ്റ്റ് ബുക്കിൽ, അടിപൊളിയായിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ നിങ്ങൾ സ്കൂളിൽ ഈ പാഠങ്ങൾ ഇങ്ങനെ പഠിക്കുന്നതിന് മുൻപേ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ കോണ്ടന്റ് വീഡിയോ ആയിട്ട് നമ്മൾ എന്താണ് ആ പാഠം എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി പഠിപ്പിക്കും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എന്താണ് കൂടുതൽ എന്താകും? യൂസ്ഫുൾ ആകും. ഓക്കെ, അപ്പൊ മിസ് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുമായിട്ട് മിസ് വരും. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഓക്കെ, 2-3 കാര്യങ്ങൾ: ലൈക്ക് ദി വീഡിയോ, സബ്സ്ക്രൈബ് ദി ചാനൽ, ദെൻ പ്ലീസ് ഡു കമന്റ്സ് ഇൻ ദ കമന്റ് ബോക്സ്. കാരണം നിങ്ങളുടെ കമന്റ്സ് കണ്ടിട്ടാണ് എന്ത് ചെയ്യുക മറ്റുള്ള കുട്ടികൾ വരാം. നമ്മൾ ഇവിടെ കിടന്ന് എത്ര എന്താണ് ഒച്ചിട്ടാലും ഇതാക്കിയൊന്നും ആർക്കൊന്നുമില്ല, ചിലപ്പോൾ മൈൻഡ് ചെയ്യും നമ്മളെ. പക്ഷെ നിങ്ങൾ നല്ല കമന്റ്സ് കമന്റ് ബോക്സിൽ ചെയ്താൽ എന്താണ് എല്ലാവരും കാണും. അപ്പൊ എല്ലാവരും പഠിക്കട്ടെ. സൈലം പറയുന്ന പോലെ കേരളം പഠിക്കട്ടെ അല്ലേ? അപ്പൊ അടുത്ത പ്രാവശ്യം with a new content I will be back. So Anvara here from Xylem Learning.